എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് എന്തുകൊണ്ടാണ് വൈകുന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം. കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി താരങ്ങളെ പുറത്താക്കി. അതിൻ്റെ പേരിൽ ബ്ലാസ്റ്റേഴ്സ് താങ്ക് യു പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ ഒരു സ്വാഗതം പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് പോലും ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും നൽകിയിട്ടില്ല. ഇപ്പോൾ ജൂലൈ മാസമാകാൻ പോകുന്നു. ജൂൺ മാസം പകുതിയോളമായി. ജൂലൈ അവസാനത്തോടെ ഡൂറൻ കപ്പും തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ജൂലൈ ആദ്യത്തോടെ ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലേക്ക് പോവുകയാണ് പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാനായിട്ട്. ഇനി വെറും 15 ദിവസം മാത്രമാണ്, ഏകദേശം 13 ദിവസം മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് മുമ്പിലുള്ളത് സൈനിങ് ഒക്കെ പ്രഖ്യാപിക്കാനായിട്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ ഒരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പ്രീ സീസൺ കളിക്കാൻ പോകുമ്പോൾ ഫുൾ സ്ക്വാഡുമായി ആയിരിക്കും പോവുക എന്നുള്ളതിൽ. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനി ദിനം എണ്ണിയുള്ള കാത്തിരിപ്പാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇനി വരും ദിവസങ്ങളിൽ 1-2 സൈനിങ് വെച്ച് ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സിന് ഫുൾ സ്ക്വാഡോടെ പ്രീ സീസൺ മത്സരം കളിക്കാൻ പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത ദിവസങ്ങളിൽ തന്നെ സൈനിങ് പ്രഖ്യാപിച്ചേ മതിയാകും. എന്തായാലും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ആ താരങ്ങളെയൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലതാമസം എടുക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് സൈനിങ് ഒക്കെ പ്രഖ്യാപിച്ചാൽ അതൊക്കെ നടക്കുകയുള്ളൂ. എന്ത് തന്നെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈനിങ് അടുത്ത ദിവസങ്ങളിൽ വരുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സർപ്രൈസായി വെച്ചിരിക്കുന്ന സൈനിങ്ങുകളൊക്കെ വരാനുണ്ട്. നോവ സദോയുടെ അടക്കമുള്ള സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കാനായിട്ട് ഇരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.